ഏകദേശം 5:30 കൂടി ഞങ്ങൾ ഹോട്ടലിലെത്തി. ചെക്ക് ഇൻ ചെയ്യേണ്ടത് 10 മണിക്ക് ശേഷമായതിനാൽ ഞങ്ങൾ ലഗേജുകൾ റിസപ്ഷനിൽ ഏൽപ്പിച്ച് ബീച്ചിലേക്ക് നടന്നു. അതിരാവിലെ ഒരു കടൽ തീരത്തെത്തുന്നത് എനിക്കിത് ആദ്യത്തെ അനുഭവമാണ്. കടൽ തീരം വിജനവും ശാന്തവുമായി കാണപ്പെട്ടു. സൂര്യൻ ഉദിച്ചു വരുന്നതേയുള്ളൂ. തീരത്തുടനീളം സന്ദർശകരുടെ വിനോദത്തിനായി വിവിധ തരം ആക്ടിവിറ്റികളും ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളും കാണാം. അതെല്ലാം തുറന്ന് സജീവമാവുന്നതേയുള്ളൂ. സൗത്ത് ഗോവയിലെ പ്രശസ്തമായ കൊഴുവ ബീച്ച് ഏകദേശം 2.5 കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന മനോഹരമായൊരു ബീച്ചാണ്. ഇവിടെ കാണുന്ന വെളുത്ത തീരെ ചെറിയ തരികളോടുകൂടി അതിമൃദുലമായ മണൽ ഞങ്ങൾക്കൊരതിശയമായിരുന്നു. ഒക്ടോബർ മുതൽ മാർച്ച് മാസം വരെയുള്ള കാലാവസ്ഥയാണ് ഇവിടെ വരാനായി ഏറ്റവും അനുയോജ്യം. ചൂടും ഈർപ്പവും നന്നേ കുറവായിരിക്കും. പകൽ സമയത്ത് പോലും നമുക്ക് ബീച്ചിൽ വിശ്രമിക്കാനും ജലവിനോദങ്ങളിൽ ഏർപ്പെടാനും സാധിക്കും. ഏപ്രിൽ മെയ് മാസങ്ങൾ പൊതുവെ ചൂട് കൂടുതലാണ്. ജൂൺ മുതൽ സെപ്റ്റംബർ മാസങ്ങൾ വരെ മഴക്കാലത്ത് ബീച്ചിന്റെ ഭംഗി ആസ്വദിക്കാൻ സാധിക്കുമെങ്കിലും കനത്ത മഴ കാരണം പല ജലവിനോദങ്ങളും താൽക്കാലികമായി നിർത്തിവെച്ചേക്കാം. പോർച്ചുഗീസ് ഭരണകാലത്ത് മഡ്ഗോണിലെ സമ്പന്നർ ഈ ഇടം അവരുടെ വേനൽക്കാല വിശ്രമ കേന്ദ്രമായി തിരഞ്ഞെടുത്തിരുന്നു. സന്ദർശകരൊക്കെ വന്നു തുടങ്ങി കേട്ടോ. ഏതാനും പേർ വ്യായാമത്തിന്റെ തിരക്കിലാണ്. തിര കുറവായതിനാൽ കുട്ടികൾ വെള്ളത്തിലിറങ്ങി കളിക്കുകയാണ്. ബീച്ചിലെ അടുത്ത് തന്നെ പെയ്ഡ് ബാത്റൂം സൗകര്യവും ലഭ്യമാണ്. അവിടെ നിന്നും കുളിച്ച് ഫ്രഷായി രാവിലത്തെ ഭക്ഷണത്തിനായി ഹോട്ടലിലേക്ക് തിരിച്ചു നടന്നു. ഇനി സിൻകോറിയം കോട്ടയിലേക്കാണ് ഞങ്ങളുടെ യാത്ര. ഞങ്ങളുടെ ഗോവൻ യാത്ര തുടരുകയാണ്.